അശോടാ, നമുക്ക് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതായത് ബെനിഫിറ്റ്സ് യു കെയിൽ നമ്മൾ ഒരാൾ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ യു കെ ഒരുപാട് ബെനിഫിറ്റ്സ് നൽകുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ചൈൽഡ് ബെനിഫിറ്റ് എന്നുള്ളൊരു കാറ്റഗറിയെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അശോകന് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് കഴിയുമെങ്കിൽ എന്താണ് ഈ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി? ഓക്കെ, ചൈൽഡ് ബെനിഫിറ്റ് ഒരു യൂണിവേഴ്സൽ ബെനിഫിറ്റാണ്. പല റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു 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 വെൽഫെയർ സ്കീമിൻ്റെ ഭാഗമാണ് ഈ ചൈൽഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ കുട്ടിക്ക് ഒരാഴ്ചയിൽ 24 പൗണ്ടാണ് ചൈൽഡ് ബെനിഫിറ്റ്. ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് 15 പൗണ്ട് 90 പെനിയാണ്. അതായത് ഏകദേശം ഹാഫ് ആയി അല്ലേ? ഏകദേശം ഹാഫായിരുന്നു. പണ്ടൊക്കെ എനിക്ക് 2 പേർക്കും ഒരുപോലെ കിട്ടുമായിരുന്നു. ഇപ്പം ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു സ്പെൻഡിങ് കട്ടിന്റെ ഒരു ഭാഗമായിട്ടൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരിക്കും. ബട്ട് ഐ തിങ്ക് സ്റ്റിൽ എ ഗുഡ് ബെനിഫിറ്റ്. കാര്യം 24ഉം 16ഉം ഒരാഴ്ചയിൽ 40 പൗണ്ട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻസ് ഒക്കെ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. ഇപ്പോ ഒരു അച്ഛനും അമ്മയോ ഹസ്ബൻഡും വൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റൂ. അത് കൂടുതലും ട്രഡീഷണൽ ആയിട്ട് അമ്മമാർക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കാണ് ഇത് കൊടുക്കുന്നത്. കാര്യം അതിന്റെ ഒരു പ്രധാന കാരണം അത് കയറുന്നുണ്ടോ, അച്ഛന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് കിട്ടിയില്ലോ. അപ്പൊ അതാണ് ഇതിന്റെ വകുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് വേറെ കണ്ടീഷൻസ് ഒന്നും ഇല്ല. ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് ഇവിടെ വരുന്ന ഒരു വ്യക്തിക്ക് ഈ ബെനിഫിറ്റ് എടുക്കാൻ കഴിയും. അതായത് 2 കുട്ടികളുണ്ട് എന്ന് വെക്കുക, അങ്ങനെ ഒരു ബെനിഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത്. തീർച്ചയായിട്ടും. അപ്പൊ ഇതിന്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മയാണ് ക്ലെയിം ചെയ്തതെന്ന് വെച്ചോ, അപ്പോൾ ഇത് ക്ലെയിം ചെയ്യുന്ന ആള് മസ്റ്റ് ബി ലുക്കിംഗ് ആഫ്റ്റർ എ ചൈൽഡ്. ഒരു കുട്ടിയെ വളർത്തുന്ന നോക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ വിസിറ്റിങ്ങിന് വരുന്നവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. റെസിഡൻസി സ്റ്റേറ്റസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു വർക്ക് വിസ ആകാം, അല്ലെങ്കിൽ അതെ, അതായത് റെസിഡൻസ് സ്റ്റേറ്റസിൽ റെസിഡന്റ് ആയിരിക്കണം. സിറ്റിസൺ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. പി ആർ വേണമെന്നില്ല. യു കെയില് സ്ഥിരമായിട്ട് താമസിക്കാനുള്ള അനുവാദം ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തി ഷുഡ് നോട്ട് ബി സബ്ജക്ട് ടു ഇമിഗ്രേഷൻ കൺട്രോൾ. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തുള്ള ഒരു ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ഓർമ്മ ഉണ്ട്. അതായത് ഒരു 5 വർഷം മുമ്പേ ആണെന്ന് തോന്നുന്നു, നമ്മുടെ ഒരു സൊമാലി ഫ്രണ്ട് ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു 5-6 കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ ചോദ്യം പറയുന്നത് എന്തായാലും നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്, നമുക്ക് പറയാനില്ല, പിന്നെ സ്കൂളിംഗ് ഫ്രീ ആണ്. അപ്പോൾ ഇപ്പോ ഗവൺമെന്റ് മാറ്റി എന്ന് പറഞ്ഞിട്ട് പറയുന്നത് എനിക്ക് ഓർക്കുന്നുണ്ട്. അതായത് ഹാഫ് ആക്കി. പണ്ട് ആ ഒരു സിസ്റ്റം അല്ല, ഫുൾ പേയ്മെന്റ് എല്ലാവർക്കും കിട്ടുമായിരുന്നു. അത് തന്നെ ഒരു ഇൻകം ആയി കണ്ട ഒരുപാട് പേരുണ്ടെന്നുള്ള ഇൻകം ആണ്. അതെ, ശരിയാണ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ബേബിയുടെ ഫുഡ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ഒരു ഡയപ്പർ മേടിക്കാനോ അല്ലെങ്കിൽ പാമ്പേഴ്സിനോ എന്തിനായാലും ഒരു കോസ്റ്റ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അതിന്റെ നമ്മളിതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആണ് യു കെ എന്ന് പറയുന്നത്. ഇപ്പം പലരും ഇവിടെ വരാൻ ഈ രാജ്യം ഇഷ്ടപ്പെടുന്ന പല കാരണങ്ങളും ഒരു കാരണം വെൽഫെയർ സ്കീമാണ്. അത് ദുർവിനിയോഗം ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ ചൈൽഡ് ബെനിഫിറ്റ് ദുർവിനിയോഗം ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ പ്രധാനമായിട്ട് അത് ഉണ്ടാകാറില്ല. ബേസിക്കലി ഒരുമാതിരിയുള്ളവരൊന്നും ഉണ്ടാകാറ്, പക്ഷെ ഉണ്ടായ ചരിത്രങ്ങളും എനിക്കറിയാം. പക്ഷെ അതത്ര മിസ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരിതാണ്. അപ്പോൾ നമ്മളൊന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് 2 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 40 പൗണ്ട് ഒരാഴ്ചയിൽ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ന്യൂസിലൊക്കെ ചിലപ്പോൾ കേൾക്കാറുണ്ടല്ലോ, ഈ കൊച്ചുങ്ങൾ സ്കൂളിൽ ആഹാരമില്ലാതെ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് വലിയ സിമ്പതി അവരോട് തോന്നാറില്ല. കാര്യം ചൈൽഡ് ബെനിഫിറ്റ് മാത്രം 40 പൗണ്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് ആഹാരം കൊടുക്കാനും, ഞാൻ പറയാം ബേസിക് ആയിട്ടുള്ള ആഹാരം കൊടുക്കാൻ, നമ്മൾ ജീവിക്കുന്ന ചൈൽഡ് ബെനിഫിറ്റ് അല്ല, മറ്റ് ഇൻകം ഉണ്ടായിരിക്കണം. പക്ഷെ അത് മാത്രം ഒരു കുട്ടിയുടെ ആഹാരത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. വളരെ സത്യമായ ഒരു പോയിന്റാണ്. ഇപ്പൊ ചേട്ടാ ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാം പലരും ഇവിടെ ബെനിഫിറ്റ്, ഈ ചൈൽഡ് ബെനിഫിറ്റ് വരുന്നത്. കാരണം എനിക്ക് 18 വയസ്സ് വരെ അങ്ങനെ എന്തോ അല്ലേ അലൗഡ് ഉള്ളൂ. അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. 16 വയസ്സ് വരെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നത്. പിന്നെ ആ കുട്ടി ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് വരെ ക്ലെയിം ചെയ്യാം. അങ്ങനെയുണ്ട്. അപ്പം മിക്കവാറും എല്ലാ കുട്ടികളും 16 വയസ്സിൽ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പോകുന്നുണ്ടോ. അപ്പോൾ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ 20 വയസ്സ് വരെ ക്ലെയിം ചെയ്യാം. ഇതിന്റെ ഇടയിൽ വർക്ക് ചെയ്യാൻ പാടില്ല. എഡ്യൂക്കേഷൻ ഫുൾ ടൈം എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞു വന്നത് എനിക്കറിയാവുന്ന ഒരു ശ്രീലങ്കൻ ഫാമിലിയാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിലെ തന്നെ മക്കൾക്ക് 2 പേർക്കും വരുന്ന എമൗണ്ട് അതുപോലെ മാറ്റിയിട്ടത് കാരണം
ISA അക്കൗണ്ട് പോലുള്ള അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ അവരുടെ യൂണിയുടെ കാര്യം വരുമ്പോൾ ആ എമൗണ്ടിനെ നിയർലി 30,000 എമൗണ്ട് വന്നു എന്നുള്ളത് വലിയൊരു Lots of people do that actually. Even I did that. അത് ശരി. ഓക്കെ, അല്ല അതാണ്. അപ്പൊ അതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ട് സ്പെൻഡ് ചെയ്യാതെ സ്റ്റിൽ അതിനൊരു സൈഡ് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ് അല്ലേ? അല്ല, സ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ആഹാരം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ഒരുപാട് പേർ അങ്ങനെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല, ശരിയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇൻകമിലൂടെ സർവൈവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഇത് ഇങ്ങനെയുള്ള ചൈൽഡ് ബെനിഫിറ്റ് എടുക്കുമ്പോൾ ഇത് നമ്മുടെ PRO അങ്ങനെയുള്ള കാര്യങ്ങൾ എഫക്ട് ചെയ്യുമോ? അതല്ല, ഒന്നുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് മറ്റ് കൺട്രോൾ സിസ്റ്റം ഒന്നുമില്ല. കുട്ടിയെ നോക്കുന്ന ആള് അത് അച്ഛനും അമ്മ ആയിരിക്കണമെന്നില്ല. ഒരു കുട്ടിയെ നോക്കിക്കഴിഞ്ഞാൽ മതി. കുട്ടിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന അച്ഛനായാലും അമ്മയായാലും പേരന്റ് ആയി കഴിഞ്ഞാലും, പേരന്റിനാവണമെന്നില്ല, ഗാർഡിയൻ ആയി കഴിഞ്ഞാലും അവർക്ക് എല്ലാവർക്കും ക്ലെയിം ചെയ്യാം. പക്ഷെ ഒരാൾ കൂടുതൽ ഒരു കുട്ടിയുടെ ബിഹാഫിൽ ക്ലെയിം ചെയ്യാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ. ചൈൽഡ് ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ് ഗോസ് ടു ദ ചൈൽഡ്. ബെനിഫിറ്റ്, അതെ അതെ, ശരിയാണ് ശരിയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു വെൽഫെയർ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ആരെയും എഫക്ട് ചെയ്യുന്നില്ല, എന്നാൽ നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? ഇതുപോലെ വേറെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ചേട്ടൻ്റെ അറിവിലുണ്ടോ, അതായത് നമുക്ക് യൂസ്ഫുൾ ആവുന്നത്? അതായത് ഈ രാജ്യം ഇംഗത്തിന്റെ നല്ലൊരു ശതമാനം ചെലവഴിക്കുന്നത് വെൽഫെയർ സ്കീം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പം മുമ്പൊക്കെ വ്യത്യസ്ത ബെനിഫിറ്റ് സ്കീം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കോഡിഫൈ ചെയ്താണ് ഇപ്പോൾ യൂണിവേഴ്സൽ ടാക്സ് ക്രെഡിറ്റ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നത്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പേഴ്സണൽ സർക്കംസ്റ്റൻസ് അനുസരിച്ച് ഇത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേരി ചെയ്യും. ഇപ്പം കുട്ടികൾക്ക് ചൈൽഡ് ബെനിഫിറ്റ് തികഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ചൈൽഡ് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ട്. അപ്പോൾ ഇത് ഈ ജനറൽ വെൽഫെയർ സ്കീമിന്റെ ഒരു ഭാഗമായിട്ട് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നതാണ്. ലോട്ട് ഓഫ് സ്കീംസ്. ചൈൽഡ് ബെനിഫിറ്റിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാൻ, ചിലരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ രാജ്യത്ത് എപ്പോഴും ഉണ്ടായിരിക്കണോ വേണ്ടയോ എന്നുള്ളത്. ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമില്ല എന്നുള്ളത്. ശരിയാണ്. അതിന്റെ റൂൾ അനുസരിച്ച് 8 ആഴ്ച വരെ ഈ രാജ്യത്ത് താമസിച്ചില്ലെങ്കിൽ ഇത് ക്ലെയിം ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഇപ്പം 8 ആഴ്ചയിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നിയമം അനുസരിച്ച് ചൈൽഡ് ബെനിഫിറ്റ് ആ ഒരു പീരീഡിൽ റിലിംഗ്വിഷ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ 8 ആഴ്ച എന്നുള്ളത് ചില പ്രത്യേക സാഹചര്യത്തിൽ മെഡിക്കൽ റീസൺ കൊണ്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 12 ആഴ്ച വരെ ആകാം. പിന്നെ എത്രയും നാൾ വേണമെങ്കിലും ക്ലെയിം ചെയ്യാം. അത് ക്രൗൺ സർവീസ്, അതായത് ഈ രാജ്യത്തിന് വേണ്ടി പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, പുറത്ത് താമസിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും ക്ലെയിം ചെയ്യാം. മനസ്സിലായി. അതായത് സർവീസസിന്റെ ഭാഗമായിട്ടും ഡിപ്ലോമാറ്റിക് സർവീസസിന്റെ ഭാഗമായിട്ടും ഈവൻ എംപ്ലോയ്മെന്റ് രാജ്യം അയക്കുന്ന ആ വ്യക്തിയാണെന്നില്ല, സോൾജേഴ്സ് ഒക്കെ ഇല്ലേ. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെനിഫിറ്റ് കാറ്റഗറി വരുമ്പോൾ ഒരുപാട് ഉണ്ട്. ആക്ച്വലി ഒരു വൈഡ് സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ സർക്കംസ്റ്റാൻസ് അനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെ പേഴ്സണൽ. അപ്പൊ ഇത് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടി ഗവൺമെന്റ് ഇൻകം കുറയുമ്പോഴത്തേക്ക് ഇതിനകത്തൊക്കെ റിഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് മൂലം പോലും ഇത് ഇൻകം ബേസ്ഡ് അല്ല അതാണ്. പിന്നെ ഒരു പ്രത്യേക കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നത് ഏകദേശം 10 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, ലാസ്റ്റ് ലേബർ ഗവൺമെന്റ് ഒരു പരിധി ഇൻകം ബേസ്ഡ് ആണ് ഇപ്പോഴും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഇമ്പോർട്ടന്റ് ആണ്, ചിലർക്ക് സംശയം കാണും. അതായത് ഇൻകം ബേസ്ഡ് എന്ന് പറയുമ്പോൾ അതാണ് ഒന്ന് എലാബറേറ്റ് ചെയ്യാൻ. അതെ 50,000 പൗണ്ടിൽ താഴെയാണ് ഒരു പേരന്റിന്, ടോട്ടൽ അല്ല, ഒരു പേരന്റിന്റെ ഇൻകം 50,000 പൗണ്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ബെനിഫിറ്റ് ബാധിക്കില്ല. 50,000-ൽ കൂടുതലായി കഴിഞ്ഞാൽ ചൈൽഡ് ബെനിഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. 60,000 ആണ് ആ വ്യക്തിയുടെ ഇൻകം ആണെന്നുണ്ടെങ്കിൽ ചൈൽഡ് ബെനിഫിറ്റ് ഇല്ല. അപ്പൊ ഈ 50,000-നും 60,000-നും ഇടയ്ക്കാണ് ഇൻകം എന്നുണ്ടെങ്കിൽ 50,000-ൽ കഴിയുന്ന ഓരോ 100 പൗണ്ടിനും, അവിടെ നമ്മുടെ ഇൻകം 50,000-ൽ കൂടുതലാകുന്ന ഓരോ 100 പൗണ്ടിനും 1% വീതം കുറയും ചൈൽഡ് ബെനിഫിറ്റ്. മനസ്സിലാവുന്നു. എത്ര എമൗണ്ട് വരുന്നു അതിൽ നിന്ന് 1% വീതം കുറഞ്ഞുകൊണ്ടിരിക്കും ഓരോ 100 പൗണ്ടിനും. 100 പൗണ്ടിൽ കൂടുതൽ. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 എന്നുള്ളത് 51 ഇൻകം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 പൗണ്ട് കൂടുമല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ 10%, കാര്യം 10 times 100 is 10% ചൈൽഡ് ബെനിഫിറ്റ് കുറയും. 10% ചൈൽഡ് ബെനിഫിറ്റ് 50,000-നും 60,000-നും ഇടയ്ക്കാകുമ്പോഴത്തേക്ക് 100% ആയില്ലേ? അപ്പോൾ ഇറ്റ് സീസസ് ദാറ്റ്. പണ്ടത്തില്ലായിരുന്നു. ഇപ്പൊ ഒരു ജനറൽ ആയിട്ട് ഇടുന്നുണ്ട്, കാശുള്ളവർക്ക് എന്തിനാണ് ചൈൽഡ് ബെനിഫിറ്റ് കൊടുക്കുന്നത്, ആ കാശ് എടുത്തിട്ട് കാശില്ലാത്തവരെ. ദാറ്റ് ഈസ് ദി ഐഡിയ ബിഹൈൻഡ് ദാറ്റ്. മാത്രമല്ല എനിക്ക് മനസ്സിലായിടത്തോളം നമ്മളിപ്പോൾ ഒരു ഇൻകം ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ പറയുന്ന ചൈൽഡ് ബെനിഫിറ്റ് ഒഴിച്ചുള്ള ബാക്കി കാറ്റഗറി ഒന്നും അങ്ങനെ കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ. അതല്ല, മീൻസ് ടെസ്റ്റഡ് ആണ്. മീൻസ് ടെസ്റ്റ് എന്ന് പറയും നമ്മുടെ വരുമാനം അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. പ്യൂർലി അത് തന്നെയാണ്.
എന്തായാലും അടിപൊളിയായിട്ട് ഈ ഒരു ടോപ്പിക് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇതിനൊരു ക്ലാരിറ്റി വേണം. അപ്പൊ അറിയാന്നുള്ള ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ ബെനിഫിഷ്യൽ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടൻ നമ്മൾ ടെമ്പററി ആയിട്ട് എവിടെയെങ്കിലും ഹോളിഡേക്ക് പോയി അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ബാധിക്കില്ല. അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്താൽ ഈ പറഞ്ഞ പോലെ ഒരു 8 വീക്സിനുള്ളിലൊക്കെ ആണെങ്കിൽ നോ പ്രോബ്ലം. അപ്പൊ അത് റീസണബിൾ ആണ്. അപ്പൊ എന്തായാലും യൂസ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോസ് ആയിട്ട് വരുന്നതാണ്.